തോമസ് കെ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് സിനിമ കണ്ടു. ചങ്ങനാശ്ശേരി അനു അഭിനയ തിയേറ്ററിലാണ്, അനു തിയേറ്ററിലായിരുന്നു സിനിമ കണ്ടത്. സിനിമയിൽ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളായി എത്തുന്ന ദിലീഷ് പോത്തിനെ കൂടാതെ ദേവദർശിനി ചേതൻ, മാല പാർവതി, ജാഫർ ഇടുക്കി, TG രവി, അലൻസിയർ, പിന്നെ നവാസ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു നടൻ, ശ്രുതി ജയൻ, അങ്ങനെ അത്യാവശ്യം താരനിരയുണ്ട്. ഭയങ്കര വലിയ താരനിരയൊന്നുമല്ല, പക്ഷേ കുറേ എല്ലാവരും, അതായത് വന്നേക്കുന്ന എല്ലാവരും അത്യാവശ്യം സിനിമകളിലൊക്കെ വന്നു പോയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ എഴുതിയിരിക്കുന്നത് കവിപ്രസാദ് ഗോപിനാഥ് എന്ന് പറയുന്ന ആളാണ്. സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ തന്നെയാണ്. അത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അനീഷ് ലാൽ എന്ന് പറയുന്ന ആളാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ബിജിത് ബാല. ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് പ്രശാന്ത് മാധവ് എന്ന് പറയുന്ന ആളാണ്. കോസ്റ്റ്യൂം ഡിസൈനർ കുമാർ എടപ്പാള്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് രഞ്ജിത്ത് അമ്പാടി. സിനിമയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞൊരു മലയാള സിനിമ കണ്ട്, അതായത് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുന്നതിന് മുൻകൂടിയായിട്ടുള്ള ഒരു അരമണിക്കൂറിൽ സത്യം പറഞ്ഞാൽ പല സീനിലും കണ്ണ് നിറഞ്ഞു പോയി. അതായത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആ ഒരു സിനിമ കണ്ടത്. സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും തോന്നിയത് അമ്മ എന്ന വാക്കിനർത്ഥം, അമ്മ മകൾ അല്ലെ അമ്മ മകൻ അല്ലെങ്കിൽ അമ്മയും മക്കളും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ അർത്ഥം ഒക്കെ ഇത്ര കൃത്യമായിട്ട്, അതായത് നമ്മൾ എന്താ പറയണ്ടേ, ശരിക്കും ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു അതിനൊരിക്കലും ഒരു ലിമിറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് മലയാള സിനിമയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്. ആ സബ്ജക്റ്റിനെ എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയാണ് കാണിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശമാണ്. അവിടെ റോഡ് പണിക്കായിട്ട്, ടാറിങ്ങിൻ്റെ പണിക്കായിട്ട് വരുന്ന സൂപ്പർവൈസറായിട്ടാണ് ദിലീഷ് പോത്തൻ സിനിമയിലെത്തുന്നത്. ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ജാഫർ ഇടുക്കി ചെയ്യുന്ന കഥാപാത്രം ഈ സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അലൻസിയർ ഒരു പോലീസുകാരനായിട്ടാണ് സിനിമയിലെത്തുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മീര വാസുദേവ്, നമുക്കറിയാം തന്മാത്രയിലേക്ക് നടി, പുള്ളിക്കാരിയുടെ ഒരു രംഗത്തോടു കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. പുള്ളിക്കാരി ഒരു കുഞ്ഞിന് വേണ്ടി കുറേ വർഷമായിട്ട്, ഏകദേശം 14 വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന അങ്ങനെ ഒരു എന്താ പറയണ്ടേ, പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആവുകയും അതിനുശേഷം ചെക്കപ്പിന് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് എത്തുകയും, ഡോക്ടറായിട്ട് എത്തുന്നത് മാലാ പാർവതിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്തെത്തുകയും പ്രത്യേക സാഹചര്യത്തിൽ അത് വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ജീവന് തന്നെ പ്രോബ്ലം ആകും എന്നൊരു തീരുമാനത്തിലെത്തി അവിടുന്ന് സിനിമ വേറൊരു തലത്തിലേക്ക് മാറുവാണ്. പിന്നീട് ഇടുക്കിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സിനിമ ഫസ്റ്റ് ഹാഫിൽ ഒരു മിസ്റ്ററി, അതായത് ആ സിനിമയിൽ ഉടനീളം ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സംവിധാനം കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോമഡികളോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ചില കോമഡി, ജാഫർ ഇടുക്കിയുടെ ചില കോമഡികൾ ഉണ്ടെന്നല്ലാതെ കോമഡിയൊന്നും അധികം അങ്ങനെയില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. എന്താ പറയണ്ടേ, ഭയങ്കര ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാനായിട്ട്, ഇൻ്റർവെല്ലിൽ വരെ ആ മിസ്റ്ററി കീപ്പ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ചായക്കടയെ ചുറ്റിപ്പറ്റിയാണ് ഫസ്റ്റ് ഹാഫ് കൂടുതലും നടക്കുന്നത്. എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ടാണ് തോന്നുന്നത്. അതായത് ഇടുക്കി എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ എങ്ങനെയാണോ ഒരു ചായക്കട ഉണ്ടാകുക, വീടുകളൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം അകലമുണ്ട്, ഇവിടുത്തെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. പിന്നെ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമാണ് സിനിമയിൽ ചായ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ സിനിമയിൽ. ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, നമ്മൾക്ക് ശരിക്കും ഒരു നാട്ടും പ്രദേശത്ത് ഒരു ചായക്കടയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സംവിധായകൻ ഈ സിനിമയിലൂടെ. പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ ഏറ്റവും കിടിലം പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നിയത് ദേവദർശിനി ചേതൻ എന്ന് പറയുന്ന നടിയുടെ പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിടിലം പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ദിലീഷ് പോത്തൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ലെങ്കിലും പുള്ളിക്കാരൻ്റെ ആ റോള് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറിനെക്കാട്ടും കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ജാഫർ ഇടുക്കി ചെയ്ത ഒരു ക്യാരക്ടറാണ്. പുള്ളി എന്തൊരു നാച്ചുറലാണ്. പുള്ളി ശരിക്കും ബിഹേവ് ചെയ്യുന്ന കണക്കാണ്. പുള്ളി ആ സിനിമയിലെ പുള്ളിയുടെ മാനർസവും പുള്ളിയുടെ സംസാര രീതിയും എന്താ പറയണ്ടേ, പുള്ളി ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരു ഡയറിയൊക്കെ പിടിച്ച്
ഒരു മൊബൈൽ ഒക്കെ ആയിട്ട് എപ്പോഴും ആ ഒരു സ്റ്റൈലിൽ പുള്ളി എന്താ പറയുക, അതിനകത്ത് ഒരു കോൾ വന്നു കഴിയുമ്പോൾ പുള്ളി മുണ്ടെടുക്കുന്ന ഒരു സീൻ വരെ ഉണ്ട്. അതുവരെ അത്ര വളരെ എന്താ പറയണ്ടേ, ശരിക്കും നമ്മളൊക്കെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രുതി ജയൻ എന്ന് പറയുന്ന ഒരു നടിയാണ് പുള്ളിക്കാരിയുടെ റോള് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേവദർശിനി ചേതൻ എന്ന് പറയുന്ന നടിയുടെ പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരി എന്താ പറയുക, ഒരു രക്ഷയില്ലായിരുന്നു, കിടിലുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മ്യൂസിക്കും BGM ആണ്. അതായത് ഗോപി സുന്ദറിനെ പൊതുവെ ആളുകൾ കോപ്പി സുന്ദർ എന്നൊക്കെയാണ് വിളിക്കുന്നത്, പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്കാരൻ നല്ല കിടിലമായിട്ട് മ്യൂസിക്കും ചെയ്തു വെച്ചിട്ടുണ്ട്, BGM ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യപ്പെടുന്നത് അതേ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സോങ്സാണ്, 2-3 സോങ്സാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമറ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫീൽ ചെയ്ത് ഇടുക്കിയാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അത്യാവശ്യം നന്നായിട്ട് തന്നെ അനീഷ് ലാൽ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ മേഖലയിലും സിനിമ അത്യാവശ്യം നന്നായിട്ട് പോകുന്നത്. സിനിമ പറയുന്ന ആ ഒരു സബ്ജക്റ്റ്, അതായത് യൂഷ്വലായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്, പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന രീതിയാണ്. പുള്ളിക്ക് ആ ഒരു സിനിമ വേറെ രീതിയിൽ, ഞാൻ ആ സിനിമ കണ്ടപ്പം വിചാരിച്ചായിരുന്നു ആ സിനിമ വേറെ രീതിയിലാണെങ്കിലും ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ശരിക്കും ഒരു ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ള രീതിയിൽ നിന്നുള്ള മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു മിസ്റ്ററി ത്രില്ലർ പോണക്ക് എന്താ പറയണ്ടേ സിനിമയെ അണിയിച്ചൊരുക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ സ്റ്റോറി വരുമ്പോൾ അടിപൊളി. അതായത് എന്താ പറയണ്ടേ, സത്യം പറഞ്ഞാൽ പല സീനിലും കണ്ണ് നിറഞ്ഞു പോയി. ഒരു സീനിൽ 2 പട്ടികൾ വരുന്നൊരു സീനുണ്ട്. ആ സീൻ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടവും ഒരു പേടിയാണ് തോന്നിയത് ആ ഒരു സീൻ കണ്ടപ്പോൾ. അത് വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അമ്മയും കുഞ്ഞും ശ്രുതി ജയൻ അവതരിപ്പിച്ചൊരു ആ ഒരു കഥാപാത്രം ഒരു പർട്ടിക്കുലർ സീനിൽ ആ ശ്രുതി ജയനും ഒരു കുട്ടിയും കൂടെ ഉള്ള ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അയ്യോ, സത്യം പറഞ്ഞാൽ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. അത്രയ്ക്കും കിഡിലുമായിട്ടാണ് ആ ഒരു, ശരിക്കും എന്താ പറയണ്ടേ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എടുത്ത് പറയേണ്ട കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കവിപ്രസാദ് ഗോപിനാഥ് പുള്ളി നല്ല മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഉഗ്രൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഗ്രൻ സ്ക്രിപ്റ്റ്, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിടിലം, ഇടുക്കി പശ്ചാത്തലം എല്ലാം കൊണ്ടും. അതായത് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു സിനിമയ്ക്ക്, പക്ഷേ ഇനിയുള്ള ഷോകളിൽ ആളുകൾ കൂടും. ഈ സിനിമയ്ക്ക് നല്ലൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടും. അതായത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ കാണുന്നത്. അതായത് ഒരു നല്ലൊരു സിനിമ, അതായത് ഭയങ്കര ആക്ഷനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു കോമഡിയോ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ജോണറൊന്നും അല്ലാതെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചേക്കുന്ന ഒരു മികച്ച സിനിമയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പെർഫോമൻസ് വൈസും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും വളരെ മികച്ചതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം സിനിമ കാണാത്തതായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ടിക്കറ്റ് എടുത്തു. അടിപൊളി സിനിമയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓരോരോ വീഡിയോകൾ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.